ഈ ഒക്കിനാവ ഐലൻഡിലെ ആളുകൾ എന്തുകൊണ്ട് കുറേ അധികം നാളുകൾ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റിൻ്റെ കോഴ്സ്, അതെങ്ങനെ ജീവിതത്തിൽ ഭാഗമാക്കാമെന്നുള്ളൊരു കോഴ്സാണ്, വീഡിയോ സീരീസാണ്. ഞാൻ പറഞ്ഞു ഈ വർഷം നമ്മൾ 100 പുസ്തകങ്ങൾ പരിചയപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ഇക്കിഗായ് എന്ന ഒരു ആശയം, ഈ പുസ്തകം മാത്രമല്ല ഈ ആശയം കൂടിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിലൊരു പ്രിൻസിപ്പിളായി പറഞ്ഞ ഒരു ഹാബിറ്റാണ് 80% സീക്രട്ട്. ഇത് ഒക്കിനാവ ഐലൻഡിലെ മാത്രമല്ല ജപ്പാനീസിലെ ഒട്ടനവധി കമ്മ്യൂണിറ്റികൾ ഫോളോ ചെയ്യുന്ന സീക്രട്ടാണ് ഇത് 80% സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർ അവരുടെ പ്രാദേശിക ഭാഷയിൽ അതിന് പറയുന്നത് എങ്ങനെയാണ്? ഹര ഹാച്ചി ബു. ഹര ഹാച്ചി ബു എന്നാണ് അവർ പറയുന്നത്. അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും അവരത് പറയും ഹാര ഹാച്ചി ബു. എന്താ അതിൻ്റെ അർത്ഥമെന്നല്ലേ? ഫിൽ യുവർ ബെല്ലി ടു 80%. നിങ്ങളുടെ വയറ് 80% നിറയ്ക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള ഒരു സീക്രട്ടാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വയറ് നിറയുന്നതാണ് കഴിക്കുന്നത്, അതെയോ ഒന്ന് നിറയുന്നതിന് മുമ്പ് തന്നെ നാം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോൾ എങ്ങനെയാണ് 80% നിറഞ്ഞതെന്ന് ചോദിച്ചാൽ സ്കെയിൽ വെച്ച് അളന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് നാം സ്വാഭാവികം മനസ്സിലാക്കുക മാത്രമേ ഉള്ളൂ. വയർ നിറയുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. നിറയെ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ 80% സീക്രട്ടായി ജാപ്പാനീസിലെ ആളുകൾ ഫോളോ ചെയ്തത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവരുടെ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പല പ്ലേറ്റുകളിലായിട്ടാണ് ഭക്ഷണം വിളമ്പുന്നത്. ഇപ്പോൾ മിനിമം ഒരു 5 പ്ലേറ്റുകളെങ്കിലും ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് 3 ചെറിയ ചെറിയ ഡിഷസും 2 വലിയ ഡിഷുമായിട്ടായിരിക്കും അവർ വിളമ്പുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറിനൊരു പോസിറ്റീവായ ഫീലിംഗ്, ഓക്കെ എനിക്ക് എല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണമുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കി അത് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുകയാണ്. ഇപ്പോൾ കുറേ അധികം പ്ലേറ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തുഷ്ടി, വയറിന് തന്നെ മനസ്സിലാകും ഓക്കെ ഇത് കൊള്ളാം എന്നുള്ള ചിന്തയുണ്ട്. ഇപ്പോൾ ശരാശരി ഈ ജാപ്പാനീസിലെ ആളുകൾ ഒക്കെ കഴിക്കുന്ന 1800 മുതൽ 900 കലോറി വരെയാണ് അവരുടെ ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ US-ലൊക്കെ ആണെങ്കിൽ 2200 മുതൽ 3300 വരെയാണ് അവരുടെ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പൊണ്ണത്തടിയന്മാരും എല്ലാമായിരിക്കും. പക്ഷേ ജപ്പാനീസിലെ ആളുകൾ അങ്ങനെ പൊണ്ണത്തടിയുള്ള ആൾക്കാരൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ BMI എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കും. എന്ന് വെച്ചാൽ 18-നും 21-നും ഇടയിലായിരിക്കും. പക്ഷേ US-ലൊക്കെ ഒരു ആവറേജ് ആയിട്ട് കാണുന്നത് 26 മുതൽ 27 വരെയൊക്കെയാണ് ആവറേജ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഭക്ഷണ ശൈലി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ഈ ബ്ലൂ സോൺസിൽ കാണാൻ സാധിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി നാം എത്രമാത്രം ശ്രദ്ധിക്കുന്നു. ഞാൻ ഒന്ന് ചോദിക്കാം, ഞാൻ ചില ബുക്കുകളൊക്കെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചത് കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ഡയറ്റീഷ്യനെ കാണാറുണ്ടോ? ഇപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റീഷ്യനെ കാണുമ്പോൾ എൻ്റെ ഡയറ്റീഷ്യൻ പറയും എന്തെങ്കിലും ലൈഫിൽ ചേഞ്ച് വന്നാൽ, ഹാബിറ്റിൽ ചേഞ്ച് വന്നാൽ, ഇപ്പോൾ എഴുന്നേൽക്കുന്ന സമയം മാറ്റുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം മാറ്റുകയാണെങ്കിലോ എന്നെ അറിയിക്കണമെന്ന് നിർബന്ധമായും എന്നോട് പറയും. അതനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണശൈലിയും ഒപ്പം തന്നെ പല കാര്യങ്ങളും മാറ്റേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാനുള്ള കാര്യം, നമ്മുടെ രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണവും പ്രധാനപ്പെട്ട കാര്യമാണ്, ക്വാണ്ടിറ്റിയും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ 80% സീക്രട്ട് എന്ന് പറയുന്നത് സീക്രട്ട് തന്നെയാണ്. അത് പരസ്യമായ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഡയറ്റീഷ്യനെ കാണുകയും നിങ്ങൾ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ കാണുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങൾ ഡയറ്റ് ക്രമീകരിക്കുക. കാരണം നമ്മുടെ ബോഡിക്കനുസരിച്ചും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചും നമ്മുടെ പല ബയോളജിക് കണ്ടീഷൻസ് അനുസരിച്ചും ഭക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ജനറലായി ഈ ഒരു പ്രിൻസിപ്പിൾ നാം ഫോളോ ചെയ്യണം, 80% പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഒക്കിനാവ ഐലൻഡിൽ അവർ ടോഫു എന്ന് പറയുന്ന ഒരു ഭക്ഷണമുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ധാരാളം കഴിക്കുന്നതാണ്. പിന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് അവർ കഴിക്കുന്നതാണ്. പിന്നെ ധാരാളം വെജിറ്റബിൾസ് അവർ കൺസ്യൂം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണുക. അപ്പോൾ ഇവിടെ തന്നെ മൊവായി എന്നൊരു കമ്മ്യൂണിറ്റി, മൊവായിയെക്കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. വളരെ ക്ലോസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ആ ശീലങ്ങൾ തന്നെ നമുക്ക് വളരെയധികം രസകരമായി തോന്നുന്നത്. അവരുടെ ഫാമിലികൾ തമ്മിൽ നല്ലൊരു ബന്ധങ്ങൾ പുലർത്തുക, അതുപോലെ ഫാമേഴ്സ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകളൊക്കെ ഒരുമിച്ച് കൃഷി ചെയ്യുക, അവിടെ പണം സമ്പാദിക്കുന്നതും പണം സേവ് ചെയ്യുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ടുള്ള പല ശീലങ്ങൾ അവർ ചെയ്യുക. അത് പല രീതിയിലുള്ള ഗെയിമുകൾ സംഘടിപ്പിക്കുക. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിക്കൂടി ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് വളരെയധികം സന്തോഷവും ഒപ്പം തന്നെ ആരോഗ്യവും സംതൃപ്തിയും ഉണ്ടാക്കാനായിട്ട് ഇടയാക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നാം പ്രായമായി പോകുന്നത്.
നമുക്ക് ഏജ് തോന്നാൻ ഉള്ള കാരണം എന്താണ്? നാം പ്രായമാകുന്നത് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള കാരണം എന്താണ്? നാം പ്രായം കുറവാണെങ്കിൽ നമ്മുടെ ശരീരം എന്തുകൊണ്ട് പ്രായമായി തോന്നിക്കുന്നു? ഇതെല്ലാം പല കാരണങ്ങളുണ്ട്. അതിനെ കണ്ടെത്തി അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അധികം പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇനിയുള്ള ഹാബിറ്റുകൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുക. ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റം ഹാബിറ്റിലുണ്ടാകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ലെറ്റ് us make 10x growth through habits.